കനത്ത ചൂടിൽ ചുട്ടുപൊള്ളി കേരളം. സംസ്ഥാനത്ത് കനത്ത ചൂടിന് ഇന്നും ശമനമില്ല. പാലക്കാട് ജില്ലയിൽ നാളെ വരെ ഓറഞ്ച് അലർട്ട് തുടരും. അതേസമയം ആശ്വാസമായി ഇന്നും നാളെയും സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട മഴ ലഭിക്കുമെന്ന് കാലാവസ്ഥാ കേന്ദ്രത്തിൻ്റെ അറിയിപ്പിൽ പറയുന്നുണ്ട്. വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ഞങ്ങളുടെ പ്രതിനിധി സുലേഖ ശശികുമാർ ചേരുന്നുണ്ട്. സുലേഖ, കഴിഞ്ഞ ദിവസം വലിയ തരത്തിലുള്ള, അതായത് പാലക്കാട്, തൃശ്ശൂർ, ഒപ്പം തന്നെ കൊല്ലം ജില്ലകളിൽ വലിയ ചൂടുണ്ടായിരുന്നു. അപ്പം തന്നെ വൈകുന്നേരം മഴയും ലഭിക്കുന്ന സാഹചര്യം. കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് പല ജില്ലകളിലും 5 മുതൽ 6 ഡിഗ്രി സെൽഷ്യസ് വരെയാണ് ചൂട് കൂടിയിരിക്കുന്നത്. എത്ര ദിവസം കൂടി ഈ ചൂട്, ഇത്തരത്തിൽ കനത്ത ചൂട് തുടരുമെന്നാണ് കാലാവസ്ഥാ വകുപ്പ് പറയുന്നത്? ഏത് ജില്ലയിലാണ് ഇപ്പോൾ ഏറ്റവും കൂടിയ ചൂട് അനുഭവപ്പെടുകയും ചെയ്യുന്നത്? സിജു, നിലവിൽ കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ് പ്രകാരം പാലക്കാട് ജില്ലയിലാണ് ഏറ്റവും ഉയർന്ന ചൂട് രേഖപ്പെടുത്തുന്നത്. അതിനൊപ്പം തന്നെ നാളെ വരെ ഈ ഒരു സ്ഥിതി തുടരുമെന്ന്, സംസ്ഥാനത്ത് ഇത്തരത്തിലുള്ള ചൂട് ഉയർന്നൊരു സ്ഥിതി തുടരുമെന്ന് തന്നെയാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ നിലവിലെ മുന്നറിയിപ്പ് പ്രകാരം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പാലക്കാട് ജില്ലയിലാണ് ഏറ്റവും ഉയർന്ന ചൂട്, ഏറ്റവും ഉയർന്ന താപനില ഇന്നും രേഖപ്പെടുത്തിയിട്ടുള്ളത്. 40 ഡിഗ്രി സെൽഷ്യസ് ആണ് പാലക്കാട് ജില്ലയിലെ ഇന്നത്തെ താപനില എന്ന് പറയുന്നത്. അതിനൊപ്പം തന്നെ മറ്റ് ജില്ലകളായ തൃശ്ശൂരും അതിനൊപ്പം തന്നെ കൊല്ലത്തും, ഈ 2 ജില്ലകളിലും 39 ഡിഗ്രി സെൽഷ്യസാണ് ഇന്നത്തെ താപനില, ഉയർന്ന താപനില എന്ന് പറയുന്നത്. അതിനൊപ്പം തന്നെ മറ്റ് ജില്ലകളിലെ താപനില അത് 35 ഡിഗ്രിക്ക് മുകളിലാണ് രേഖപ്പെടുത്തുന്നത് എന്നുള്ളത് കൂടി പ്രധാനമേറിയൊരു കാര്യമാണ്. കാരണം വയനാടും ഒപ്പം ഇടുക്കി ജില്ലകളിൽ, ഇത് രണ്ടും മലയോര ജില്ലകളാണ്. ഈ ജില്ലകളിൽ പോലും 35 ഡിഗ്രിക്ക് മുകളിൽ താപനില രേഖപ്പെടുത്തുന്നു എന്നുള്ളത് വളരെ ഗൗരവമേറിയ ഒരു കാര്യമാണ്. അതിനൊപ്പം തന്നെ മറ്റു ജില്ലകളിൽ ഈ 35 ഡിഗ്രിക്ക് മുകളിലാണ് താപനില. ഈ ഉഷ്ണതരംഗം അത് പാലക്കാട് ജില്ലയിൽ തുടരുന്നുണ്ട്. അതിനൊപ്പം തന്നെ തൃശ്ശൂരും കൊല്ലത്തും നേരത്തെ തന്നെ ഉഷ്ണതരംഗ മുന്നറിയിപ്പ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നൽകിയിരുന്നു. അതിനൊപ്പം തന്നെ ഇന്നലെ മറ്റ് ജില്ലകളിലേക്ക് കൂടി ഈ ഉഷ്ണതരംഗ സാധ്യത കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പിൽ പറഞ്ഞിരുന്നു. ആലപ്പുഴ ജില്ലയിലാണ് ഇത്തരത്തിൽ ഉഷ്ണതരംഗ സാധ്യത കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകിയത്. അത്തരത്തിൽ ആലപ്പുഴ ജില്ലയിൽ ഇന്നലെ ചിലയിടങ്ങളിൽ ഉഷ്ണതരംഗത്തിന്റെ മുന്നറിയിപ്പ് ഉണ്ടായിരുന്നു. അതിനൊപ്പം തന്നെ ഇന്നും ഈ ഉഷ്ണതരംഗം തുടരുമെന്ന് തന്നെയാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നൽകുന്ന മുന്നറിയിപ്പ്. പാലക്കാട് ജില്ലയിലും ഒപ്പം തൃശ്ശൂരും കൊല്ലത്തും ആലപ്പുഴയിലും തിരുവനന്തപുരത്തിന്റെ ചില പ്രദേശങ്ങളിലും ഇത്തരത്തിൽ ഉഷ്ണതരംഗ സാധ്യത, അതിനൊപ്പം തന്നെ കോഴിക്കോട് ജില്ലയിൽ കൂടി ഈ ഉഷ്ണതരംഗ സാധ്യത. കഴിഞ്ഞ ദിവസം കൊല്ലത്തും ഒപ്പം തന്നെ തിരുവനന്തപുരത്തും ആശ്വാസമായി വേനൽ മഴ ലഭിച്ചിരുന്നു. ഇന്ന് ഏതെങ്കിലും ജില്ലയിൽ ഇത്തരത്തിൽ മഴ ലഭിക്കുമെന്ന് സംബന്ധിച്ച വിവരങ്ങൾ കാലാവസ്ഥാ വകുപ്പ് നൽകുന്നുണ്ടോ? തീർച്ചയായും സിജു, വേനൽ മഴ ആശ്വാസമായി ഇന്നലെ ഉണ്ടായിരുന്നു. മധ്യ തെക്കൻ കേരളത്തിലാണ് ഇത്തരത്തിലുള്ള വേനൽ മഴ കാര്യമായി ഉണ്ടായത്. എല്ലാ ജില്ലകളിലും ഒറ്റപ്പെട്ട ഇടങ്ങളിൽ നേരിയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. അതുപ്രകാരം എല്ലാ ജില്ലകളിലും ഇടിമിന്നലോട് കൂടിയ നേരിയ ഒറ്റപ്പെട്ട മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നൽകിയ മുന്നറിയിപ്പ്. അതുപ്രകാരം ഇന്നലെ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ തിരുവനന്തപുരത്തിന്റെയും കൊല്ലത്തിന്റെയും ജില്ലകളിലെ ചിലയിടങ്ങളിൽ ഇത്തരത്തിൽ ഒറ്റപ്പെട്ട മഴ ഉണ്ടായിരുന്നു. ശരി, സുലേഖയാണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്. പാലക്കാടും കൊല്ലം, തൃശ്ശൂർ അടക്കമുള്ള ജില്ലകളിൽ കനത്ത ചൂട് 24 മണിക്കൂർ കൂടി തുടരുമെന്നുള്ള വിവരങ്ങളാണ് കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകുന്നത്.